ആമേൻ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. നന്ദി ദൈവമേ. വളരെ നാളുകളായി പ്രാർത്ഥിച്ചു ആഗ്രഹിച്ചു കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും അപേക്ഷകൾക്കും മറുപടി ലഭിക്കുവാൻ താമസിച്ചപ്പോൾ കർത്താവെ പലപ്പോഴും നിരാശപ്പെട്ടു പോയി. എങ്കിലും ദൈവമേ അങ്ങയുടെ സമയത്ത് കൃത്യമായി ഞങ്ങളെ നാട്ടിൽ കൊണ്ടുവന്ന മാതാപിതാക്കളെ കാണുവാൻ കർത്താവെ ബലത്തോടെ കാണുവാൻ ആരോഗ്യത്തോടെ കാണുവാൻ എല്ലാം കൃപ തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇപ്പോഴത്തെ ചെറിയ പ്രയാസങ്ങൾക്കും വേദനകൾക്കും എല്ലാം വിടുതൽ നൽകി ആയുസ്സോടെ ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിച്ചു കൊള്ളണമേ കർത്താവെ. നന്ദി. ദീർഘായുസ്, ആരോഗ്യമുള്ള ദീർഘായുസ് സ്ഥാനമായി നൽകണമേ. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ യാത്രയിൽ കൂടെ ഇരുന്ന് ഞങ്ങളെ സുഖമായി ഇവിടെ വരെ കൊണ്ടുവന്ന് കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നന്ദി കർത്താവെ. ഏൽപ്പിച്ച ജോലികളെല്ലാം വിശ്വസ്തയോടെ ചെയ്യുവാനുള്ള കൃപ നൽകണമേ കർത്താവെ. നന്ദി ദൈവമേ. സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രി ഞങ്ങൾക്ക് സുഖമായി ഉറക്കം നൽകണമേ. രക്തത്തിന് മറവിൽ കാത്തുകൊള്ളണമേ. ജോലിനെ ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദി ദൈവമേ. പ്രത്യേകമായ ഒരു കാവൽ അവന് ഒതുങ്ങുകൊള്ളണമേ. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച അനേക പ്രാർത്ഥനകൾക്കൊന്ന് മറുപടി തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. തക്ക സമയത്ത് സഹായിക്കുവാൻ ഞങ്ങളുടെ വേണ്ടി അനേകരെ ഒരുക്കി തന്നു. ചെറിയ കാര്യങ്ങൾ പോലും കെയർ ചെയ്ത് ഞങ്ങൾ ചോദിക്കാതെ തന്നെ അനേകർ ഞങ്ങൾക്ക് വേണ്ടി കരുതി. അതിനായിട്ടെല്ലാം സ്തോത്രം ചെയ്യുന്നവരെല്ലാം അനുഗ്രഹിക്കണം കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. നന്ദി. കാലാവസ്ഥയുടെ കരുതുകളെ മാറ്റി തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വെള്ളപ്പൊക്കം വരാതെ കാത്ത് സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നന്ദി ദൈവമേ. ഹല്ലേലൂയ. റോഡ് വരെയൊക്കെ വെള്ളം പൊങ്ങിയെങ്കിലും ഫർദർ അതൊന്നും വെള്ളം പൊങ്ങാതെ കാത്ത് സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നന്ദി. അവർക്കെല്ലാം നെഗറ്റീവ് റിപ്പോർട്ട് കൊടുത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനേക പ്രാർത്ഥനകൾക്ക് ദൈവമേ ദിവസങ്ങളിൽ മറുപടി തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും പ്രയാസങ്ങളിലൂടെ ഞങ്ങളെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ വലിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. ഈ രാത്രി ഞങ്ങൾക്ക് സുഖമായ ദുഃഖം തരണമേ. രക്തത്തിന്റെ മഴവിൽ കാത്തുകൊള്ളണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Heavenly Father, we thank you for today. Thank you for being with us, Yahweh. Thank you for the Ruach Kodesh, Lord. Thank you for all the things we could do today. We pray for Aksa, Joel, Manju, and myself. Guide us through and lead us through Ruach Kodesh. Pray for our parents, Lord. Here and in Korenchuri, be with them in their needs. Help guard them and help them to recover and help them to be physically fit. Give them your angels to guard over them. Be with them in their needs and guide them through. In Yeshua's mighty name we pray. Amen. ആമേൻ. സ്നേഹനിർഭരതാവേ, വീണ്ടും ഒരു പകൽക്കാലം ഞങ്ങൾക്ക് മുമ്പിൽ തന്നു. സമാധാനമായി കഴിയുവാൻ സഹായിച്ചു. വേണ്ടതെല്ലാം തന്നു. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. തന്ന ആഹാരത്തിനായിട്ട്, പാനീയങ്ങൾക്കായിട്ട്, സമാധാന അന്തരീക്ഷത്തിനായിട്ട് എല്ലാം സ്തോത്രം ചെയ്തു. കർത്താവേ, ഇന്നലെ കുഞ്ഞുങ്ങളുടെ ദീർഘയാത്രയിൽ അതിന് കൂടെ ഇരുന്ന് കാത്തു. കർത്താവേ, വഴിയിൽ മഴയുടേതോ വെള്ളപ്പൊക്കത്തിൻ്റേതോ എന്തെങ്കിലും ഒരു തടസ്സമൊന്നുമില്ല. അവിടുത്തെ കാവലിൽ സൂക്ഷിച്ചു. സുഖമായി ഭവനത്തിൽ എത്തിച്ചേരുവാൻ സഹായിച്ചു. ക്ഷീണത്തിലും പ്രയാസത്തിലൊക്കെ ഇരിക്കുന്ന മാതാപിതാക്കളെ കാണുവാൻ അവർക്ക് പ്രാപ്തി കൊടുത്തു. കർത്താവേ, ഈ പ്രായത്തിൽ അവരെ നടത്തി അവിടുത്തെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. അത് കഴിഞ്ഞ് ഇന്ന് ഇങ്ങോട്ട് വരുവാനും അവിടുന്ന് സഹായിച്ചു. യാത്രകൾക്ക് കൂടെ ഇന്ന് കാത്തു. കർത്താവേ, ഇപ്പോഴാകുന്നു ഒരു മഴയൊക്കെ പെയ്തത്. അത് ഒരു തരത്തിലുള്ള ഞങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകുന്ന തരത്തിലായില്ല. ചെറിയ മുഴക്കവും ശബ്ദമൊക്കെ കേട്ടെങ്കിലും ഇടിയോ മിന്നലോ ഒന്നും ഇല്ലാതെ ഞങ്ങളെ സൂക്ഷിച്ചു. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഇപ്പോഴും രോഗം പരിപൂർണമായിട്ട് വിട്ടുപോയിട്ടില്ല. പല സ്ഥലങ്ങളിലും ആളുകൾ ഇപ്പോഴും ഭീതിയിൽ കഴിയുന്നു. കർത്താവേ, ഇതിന് ഒരു അന്തിമ പരിഹാരം അവിടുന്ന് കൽപ്പിച്ചെങ്കിലേ ലഭിക്കുകയുള്ളൂ. കർത്താവേ, മനുഷ്യൻ്റെ മരുന്നുകൾ കൊണ്ടോ ചികിത്സകൾ കൊണ്ടോ പഠനം കൊണ്ടോ മാത്രം മാറാവുന്ന ഒന്നല്ല. പിന്നെയോ യഹോവ അരുളി ചെയ്യുമ്പോൾ എല്ലാം വേണ്ട തരത്തിലായിത്തീരും. പ്രകൃതിയെയും കാറ്റിനെയും ഒക്കെ നിയന്ത്രിക്കുന്നു കർത്താവേ. അതുപോലെ ഉരുൾപൊട്ടലും മറ്റു പ്രശ്നങ്ങളൊന്നും പാവങ്ങളെ ഒന്നും തകർക്കാതെ അവിടുന്ന് കാത്തു സൂക്ഷിക്കണം. കർത്താവേ, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സദ്ബുദ്ധിയും വിവേകവും നൽകണമേ. ഏത് രംഗത്തും തട്ടിപ്പും വെട്ടിപ്പും മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. പോലീസുകാർ അവരുടെ ഡ്യൂട്ടി ചെയ്യേണ്ട പോലെ ചെയ്യാതെ പാവങ്ങളെ കഷ്ടപ്പെടുത്തുന്ന പ്രവണത വർദ്ധിച്ചു വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ പലരും വിശ്വസ്തയോട് ജോലി ചെയ്യുന്നുണ്ട്. എങ്കിലും
അവിടെയും തട്ടിപ്പുകാരുടെ സംഘമുണ്ട്. കർത്താവെ മനുഷ്യനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പ്രശ്നമുണ്ടാക്കുന്നവരുമുണ്ട്.